എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഉഴുന്നും പച്ചരിയും ഒന്നും ഉപയോഗിക്കാതെ ബാക്കി വന്ന ചോറ് കൊണ്ട് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും അതേപോലെ ദോശയൊക്കെ ചുടാന്നുള്ള ഒരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ മുഴുവനായിട്ടും വീഡിയോ കണ്ടു നോക്കുന്ന സമയത്ത് ഈ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാതെ പോകരുത് കേട്ടോ. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു അരിയും ഉഴുന്നും ഒന്നും ചേർക്കാതെ ബാക്കി വന്നിട്ടുള്ള ചോറ് ഉപയോഗിച്ചിട്ടുള്ള എങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു ഗ്ലാസ്സിൽ കറക്റ്റ് 1.5 ഗ്ലാസ് അളവിൽ വേവിച്ചെടുത്തിട്ടുള്ള ചോറാണ് കേട്ടോ ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതേ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് അളവിൽ അരിപ്പൊടി, അതായത് നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. നമ്മൾ അപ്പം ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും നൈസായിട്ടുള്ള അരിപ്പൊടി സെയിം ഗ്ലാസ് അളവിൽ 1 ഗ്ലാസ്സിൽ നമുക്കിതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഇനി ഇതേ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ കറക്റ്റ് 1.5 ഗ്ലാസ് അളവിൽ സാധാരണ വെള്ളവും കൂടി നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാം. ഇനി ഇതെല്ലാം കൂടി ഇതുപോലുള്ളൊരു സ്പൂണോ അല്ലാന്നുണ്ടെങ്കിൽ ഫോർക്കോ വെച്ചിട്ട് ആ ഒരു അരിപ്പൊടിയുടെ കട്ടകളൊക്കെ മാറുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ 2 ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് നല്ല മഷിപ്പരുവത്തിൽ സാധാരണ നമ്മൾ അരിക്കും ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ എങ്ങനെയാണോ അരി അരച്ചെടുക്കുന്നത് ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഈ ഒരു മാവ് ഏകദേശം ഒരു 5-7 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു മാവ് പെട്ടെന്ന് അങ്ങോട്ട് പുളിച്ച് വരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള ആ നല്ല ബാക്ടീരിയ നമ്മുടെ ഈ ഒരു മാവ് പെട്ടെന്ന് അങ്ങ് ഫെർമെൻ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഏകദേശം ഒരു 5-10 മിനിറ്റ് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എത്രത്തോളം നമ്മൾ മിക്സ് ചെയ്യുന്നോ അത്രത്തോളം നന്നായിട്ട് നമ്മുടെ മാവ് അങ്ങ് പുളിച്ച് വരും. അതുകൊണ്ടാണ് അത് വീണ്ടും ഞാൻ പ്രത്യേകം ഒന്ന് എടുത്തു പറയുന്നത്. ഇനി ഇതൊരു 9-10 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇതിൻ്റെ റെസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. കാരണം നമ്മളിതിൽ ഉഴുന്നൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫെർമെൻ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ. ഇവിടെ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് ഈ ഒരു മാവ് എന്ന് പറയുന്നത് ഫെർമെൻ്റ് ആയിട്ട് വരും. നാട്ടിലൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫെർമെൻ്റ് ആയിട്ട് വരും. ഇപ്പോൾ തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണല്ലോ. അപ്പോൾ കുറച്ചൊന്ന് സമയം എടുക്കും കേട്ടോ ഫെർമെൻ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ രാവിലത്തേക്കൊക്കെ അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തലേന്ന് ഒരു വൈകുന്നേരം ഒരു 7-8 മണി ആ ഒരു സമയത്തൊക്കെ അരച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് പുളിച്ച് വരാനായിട്ട് അങ്ങ് മാറ്റി വെച്ചേക്കാം. അപ്പോൾ ഇത് അടുത്ത ദിവസം ആകുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു മാവ് എന്ന് പറയുന്നത് നന്നായിട്ട് ഇതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ ആയി വരണം കേട്ടോ. എങ്കിലും നമ്മുടെ ഈ ഇഡ്ഡലി അല്ലാന്നുണ്ടെങ്കിൽ ദോശ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് കറക്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഉഴുന്നോ അല്ലാന്നുണ്ടെങ്കിൽ പച്ചരി ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഈനോ ബേക്കിംഗ് സോഡ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ഇഡ്ഡലി ചുടുന്ന ആ ഒരു മെത്തേഡിൽ തന്നെ കേട്ടോ ഇഡ്ഡലി തട്ടിൽ കുറച്ചൊന്ന് എണ്ണ തൂക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മാവ് കുറച്ചായിട്ട് ഈ ഒരു ഇഡ്ഡലി തട്ടിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെള്ളം നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഏറ്റവും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇഡ്ഡലി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഓരോ തട്ടായിട്ട് നമുക്ക് ഈ ഒരു ഇഡ്ഡലി ചെമ്പിലോട്ട് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് 7-8 മിനിറ്റ് കൊണ്ട് ഏറ്റവും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ ഇഡ്ഡലി എന്ന് പറയുന്നത് അത്രയും സോഫ്റ്റാണ്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ചൂടൊക്കെ മാറിന്ന് കഴിഞ്ഞാൽ ഇത് പതുക്കെ നമുക്ക് ഇഡ്ഡലി തട്ടിൽ നിന്ന് എടുത്ത് മാറ്റി കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ അരിയും ഉഴുന്നും വെച്ചിട്ട് ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല പഞ്ഞി കിട്ടുപോലത്തിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഇപ്പോൾ തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി നമുക്ക് ഈ ഒരു മാവ് വെച്ചിട്ട് തന്നെ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി ഞാനൊന്ന് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാവേ. ദോശ ചൂടാനായിട്ട് ഇതുപോലുള്ളൊരു പാന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു തവി മാവ് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം സാധാരണ നമ്മൾ ചെയ്യുന്നത് രീതി തന്നെ കേട്ടോ നന്നായിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാം. ഈ ഒരു മെത്തേഡ് തന്നെയാണ്, സെയിം മെത്തേഡ് തന്നെ.
ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നിങ്ങൾക്ക് എണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ തൂക്കി കൊടുക്കാന്നുണ്ടെങ്കിൽ തൂക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല നൈസായിട്ടുള്ള ദോശയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഇപ്പം തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ ബൈ.